gonna do with all that junk inside your trunk? I'ma get you drunk, get you love drunk off my hump, 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 my lovely little lumps. Check it. Drive these fuckers crazy. I do it on the daily. They treat me really nicely. They buy me all these ices, Dolce and Gabbana, Fendi and Adana, Kieran. They be sharing all their money. Got me wearing fly. Girl, but I ain't asking. They say they love my ass and 17's too religion. I say no, but they keep giving, so I keep on taking. And no, I ain't taking. We can keep on taking. I keep on demonstrating my love, my love, my love, my love. You love my lady love. My hump, my hump, my hump. My humps, they got you. She's got me spending. Oh, spending all your money on me and spending time on me. She's got me spending. Oh, spending all your money on me, on me, What you on gonna me. do with all that junk inside that trunk? I'ma get you drunk, get you love drunk off my hump. What you gonna do with all that ass inside of me? I'ma make me. I'ma make me. I'ma make me. I'ma make me. മാഹി മലപ്പുറം. പഠിച്ചോനെ, ഇത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അങ്ങോട്ട് പോയ മാഹി, ഇങ്ങോട്ട് മലപ്പുറം. മാഹിക്ക് പോകണോ മലപ്പുറത്തിന് പോകണം? ഗഫൂറെ, വണ്ടി മാഹിക്ക് വിറാ. ശരി കുഞ്ഞിക്ക. ഇതാരെ ഈ സമയത്ത്? ആരാ കുഞ്ഞിക്ക? പടച്ചോനെ മിണ്ടാണ്ട്, രണ്ടാമത് ബീവിയാ. അസ്സലാമലൈക്കും. ഞമ്മള് എയർപോർട്ടിൽ വന്നേക്കണ്. പെട്ടെന്നൊരു ആവശ്യം വന്ന്. അത്യാവശ്യമായിട്ട് നമുക്ക് കൊച്ചി വരെ പോണം മുത്തേ. നജീബുമായിട്ട് ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കണം. അല്ലല്ലല്ല, ഞമ്മള് മെയിൻ റോഡ് വഴിക്കാ. ചിലപ്പോ ഞമ്മള് ഇന്ന് തന്നെ ഗൾഫിലേക്ക് മടങ്ങും. പെരുന്നാളിന് വരുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം ഇൻഷാ അല്ലാ. ഞാൻ വിളിക്കാട്ടാ. എന്നാ ശരി. വാലൈക്കും സലാം. പെട്ടെന്ന് മാഹിക്ക് വിടാ. വണ്ടി കൊച്ചി കൂടാ. അനക്ക് എന്തിന്റെ സൂക്കേടാ? വണ്ടി മാഹിക്ക് തന്നെ പോട്ടെന്ന്. ശരി. പെണ്ണ് കാരണം എന്തൊക്കെ നുണ പറയണ റബ്ബേ. ഇതിങ്ങളെ രണ്ടിനെയും കൂടി നാട്ടിൽ ഒരു പുരയെ കിടത്താൻ എന്താ ഒരു വഴി? അല്ലാ ഒരു വഴി കാണിച്ചു തരും. വണ്ടി ചവിട്ടി വിട്. വരുന്ന കാര്യം പറയാത്തോണ്ടാരും കാണുന്നില്ലല്ലോ. ആമന, വാമനെ ഇരിക്കെ. ഭക്ഷണം കഴിച്ചിട്ട് ബാബ സംസാരിക്കട്ടാ. എടി, നീ ഇവനൊന്നും കൊടുക്കുന്നില്ല. അവന് നല്ല ക്ഷീണം ഉണ്ടല്ലോ. എന്റെ കൂടെ ഓന കഴിക്കണത്. അതെന്നെ കണ്ടാലും തോന്നും. ഇമ്മിന് നേരായില്ലേ? നന്നായിട്ട് ബൈക്കിനുണ്ടാവും. ദാ ഒജീനെ ആദ്യം കഴിക്കും, മോനും കഴിക്കും. യാത്രയൊക്കെ സുഖായിരുന്നാ? പച്ച വെള്ളം പോലും കിട്ടിയില്ല. എയർ അറേബ്യക്കല്ല വന്നത്. വെക്കം കഴിക്കി. വെള്ളം ബൈക്കിനെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. മതിയായാ? ഇത് നീ തന്നെ ഉണ്ടാക്കിയതാ? ആ, നന്നായിട്ടുണ്ട്. കൈ എഴുതട്ടെ. ദൈവമേ, ഇന്നും സമയം പോയെന്നാ തോന്നുന്നത്. മറിയേ, ഓ ഈ മനുഷ്യനെ കൊണ്ട് മറിയേ, ഒരു സൗര്യം തരില്ല. വാടി. അതെ, മനുഷ്യന് സമയത്ത് ചെല്ലാൻ പറ്റൂലെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ, മറിയേ, ഒന്നുകൂടെ വേഗം കെട്ടിയെടുക്കണേ. കെട്ടിയെടുക്കുവാ. ഇന്ന് സമയം പോകുന്ന തോന്നുന്നു. എത്ര പേരെ അവളെ കാത്തിരിക്കണേന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെ ധൃതി കൊണ്ടുവന്നേടി. ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയി. നിന്നേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു എഴുന്നേക്കണ അവളാണ്. ഇപ്പോഴാണ് സാധനം കൊണ്ടുവന്ന് തരണത്. ദൈവമേ, നീ അവിടെ ചെല്ലുമ്പോ എന്താവോ ആവോ. ഇന്നും പണി മുടക്കാണെന്നാ തോന്നുന്നത്.
ഇനി അവിടെ ചെല്ലുമ്പോ എന്താവോ ആവോ. ഓ, സമയം പോയി. ഓ, ഇന്ന് പണി ഇല്ല. ആഹാ, കളി തുടങ്ങിയ പിന്നെ കാത്തിരിക്കാൻ പോകുന്നു. ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ എന്ത് ട്രാഫിക്കാണെന്ന് ഇതേപോലെ ഒരു 1.5 ട്രാഫിക്കുള്ള സ്ഥലം. ആ, എഴുന്നേറ്റോ 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 എഴുന്നേറ്റോ. ആ കൈ കണ്ടാ പിടിച്ചോ. എടുത്ത് വാ നോക്കണേ. ജോക്കർ രാജാവാണ്, കിങ്ങാണ്. അത് തള്ളിക്കൊടുക്ക്. എന്താണ് തള്ളണത്? ചീട്ടുകളി അറിയാൻ പാടില്ലെങ്കിലും വെറുതെ ഇത്രയും നാൾ കളിച്ചിട്ട് കളി പഠിച്ചില്ലെന്ന് വെച്ചാൽ എനിക്കവിടെ വിശന്നിട്ടും പാടില്ല. ഞാൻ പോയിട്ട് ചോറി നമ്മൾ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. മറിയാമ്മ ചേട്ടത്തി, ഓ ദാ കുഞ്ഞിക്കാന്റെ മുറിയും കൂടെ ഒന്ന് വൃത്തിയാക്കണം. ആ. എന്റെ പൊന്നോ, നമ്മളൊക്കെ കൂടെ സമരം ചെയ്ത് കമ്പനി പൂട്ടിച്ചില്ലാച്ചെങ്കിൽ ഇതുപോലെ വട്ടം വളഞ്ഞിരുന്ന് കളിക്കാൻ പറ്റുവാ? ഇല്ല. തെണ്ടിപ്പോയാനെ, കുത്തുവാള എടുത്ത് പോയാനെ. മോൻ വന്നേ, ഇപ്പൊ ചോദിക്കട്ടെ. ഉപ്പാടെ മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ഉപ്പ. മിടുക്കൻ. നാളെ പരീക്ഷ അല്ലേ, മോൻ പോയിരുന്നു പഠിച്ചു. ശരി ഉപ്പ. ആ, ഇരിയാമിന. വേണ്ട, നമ്മളിവിടെ നിന്നോളാം. ഇരിക്കാമിന. നീ ഭക്ഷണം കഴിച്ചില്ലേ? മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് നമ്മള് നേരത്തെ കഴിച്ച്. അതെന്തായാലും നന്നായി. ഓള് വിളിച്ചായിരുന്നാ? ഇങ്ങോട്ട് വന്ന കാര്യം ഓൾ അറിഞ്ഞിട്ടില്ല. ഇനി നീ ആയിട്ട് അറിയിക്കുകയും വേണ്ട. ഇല്ല. പാവം. ചിലപ്പോ ഓളുടെ കാര്യം ഓർക്കുമ്പോ ഓളോട് എനിക്ക് സ്നേഹം കൂടും. പക്ഷെ ചിലപ്പോ ഓർക്കുമ്പോ സങ്കടവും വരും. അതെന്താ? ചെറുപ്പത്തില് ബാപ്പായും ഉമ്മയും ഇട്ടേച്ചു പോയ പെണ്ണല്ലേ. അനക്കായിട്ടാ പടച്ചോൻ ഓളെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടാ ഞമ്മള് മഹറ് തന്ന് ഓളെ ഇങ്ങളെ കൊണ്ട് കെട്ടിച്ചത്. അതിനെ കൊണ്ട് എനിക്കും പുള്ളക്കി ഒരു കൂട്ടായി. അപ്പൊ ഞമ്മള് പുറത്തായി. നാഴേക്ക് 40 വട്ടം ലോകം ചുറ്റണ ഇങ്ങക്ക് ഞമ്മന്റെ കൂടെ ഇരിക്കാൻ നേരണ്ടാ. നിങ്ങൾ എപ്പോഴും പുറത്താ. എന്റെ അമിന, എന്നാ ഞമ്മളൊരു കാര്യം പറയട്ടെ. പറയ്. ഓളെ കൂടി ഞമ്മടെ ഈ പൊരയില് കൂട്ടിയാലോ? അക്കാ പുക്ക കുഞ്ഞിക്ക. പക്ഷെങ്കില് എനക്ക് കിട്ടേണ്ട സ്നേഹം ഓൾക്ക് കൂടെ പങ്കുവെച്ച അതെനക്ക് സഹിക്കൂല. കുഞ്ഞിക്ക അതുകൊണ്ട് വേണ്ടപ്പാ. ഒരുപാട് സഹിച്ചവളാ ഞാൻ. നിങ്ങള് കാരണം എന്റെ കൽബ് വരെ തകർന്നതാ. നിങ്ങളെ വേറൊരുത്തേക്ക് പങ്കുവെക്കാൻ എനിക്ക് കഴിയില്ല കുഞ്ഞിക്ക. എന്താ അമിനെ, നിങ്ങൾ എനിക്ക് പെരുത്ത എന്താണ് ഇങ്ങനെ? ഒരു യത്തീമായ പെണ്ണല്ലേ, അത് ഓർത്തട്ടെ ഞാൻ പറഞ്ഞത്. അല്ലാതെ നീ വിചാരിക്കുന്നൊരൊന്നുമില്ല എന്റെ മനസ്സില്. സത്യം അള്ളാണ് സത്യം. എന്നാ പിന്നെ ഓളെയും കൂടെ കൂട്ടിക്കോ നമ്മുടെ പൊരയിലേക്ക്. പടച്ചോനെ, നീ നമ്മുടെ ദുആ കേട്ട് അടുത്ത വരവിന് ഒറ്റ പൊരെ വന്നാ മതി. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, നീ വന്നേ, നമുക്ക് ബാക്കി ബിരിയാണി കഴിക്കാം. വന്നേ വന്നേ. ടയേർഡായി, ഇനി ഒന്ന് കിടന്നാ മതി. എടി എണ്ണം കെട്ടവളെ, എടി മറിയേ, എടി മറിയേ, എവിടെ പോയി കിടക്കുക? മറിയേ, ഞാനില്ലാത്ത തക്കം നോക്കി അവള്. എടി മറിയേ, എടി മറിയേ. എന്താ മനുഷ്യ? ഓ, എടി ഞാനില്ലാത്തപ്പോ ആരെങ്കിലും ഇവിടെ വന്നില്ല? ഇവിടെ ആരും വന്നില്ല. നോണ പറഞ്ഞ നട്ടല്ലൂരിയ പാവല് പന്തലിടും ഞാൻ. അങ്ങനെങ്കിലും നിങ്ങളുടെ ദേഹം ഒന്ന് അനങ്ങുമല്ലോ. നിന്നെ ഞാൻ. ഓ, ഇവിടെ ആരും വന്നില്ല മനുഷ്യന്. എന്താടി നിനക്ക് സിഗരറ്റ് വലിക്കുന്ന വലിയ വലിയ ആളുകളുമായിട്ടാണ് കണക്ഷൻ. സിഗരറ്റ് വലിക്കുന്ന ആരാടി ഇവിടെ വന്നത്? അതാ കറവക്കാരൻ വാസുവായിരിക്കും. ആ നീർക്കോലി സിഗരറ്റ് വലിക്കില്ലെന്ന് എനിക്കറിയാം. അവൻ പശുവിന്റെ അകിട്ട് പിടിച്ച് വലിക്കുന്നതായിട്ട് എനിക്കറിയാം. പിന്നെ വേറെ ആരാടി ഇവിടെ വന്നത്? ആ മീൻകാരൻ മമ്മദ് വന്നു. അവൻ ഒട്ടും യോഗ്യതയില്ല സിഗരറ്റ് വലിക്കാൻ. കണ്ട മീൻകാർക്ക് വലിക്കാനുള്ളതല്ല ഇതുപോലുള്ള സിഗരറ്റ്. പിന്നെ അബദ്ധ സഞ്ചാരം നടത്താൻ ആരാടി ഇവിടെ വന്നത്? ആ ഉപദേശി വന്നിരുന്നു. ഉപദേശിയോ? ആ
നീ മാത്രമാണ് എന്റെ ഉപദേശത്തിൽ നിന്നും വഴുതി നടക്കുന്നത്. നീ ഒരു കാര്യം ആലോചിക്കുക, ഒരിക്കലും പാപികൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. പാപികൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് സൂചിക്കുഴലിലൂടെ ഒട്ടകം കടക്കുന്നത് പോലെയാണ്. സൂചിക്കുഴലിലൂടെ ഒട്ടകം ഉണ്ട കടക്കും. അതുപോലെ തന്നെ നീ സ്വർഗരാജ്യത്തെ 7 അയലോക്കത്ത് എത്തത്തില്ല. ഞാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നരകത്തിൽ വെച്ച് കാണാം. അല്ല ഉപദേശി എങ്ങോട്ടാ? ഇതാരി നമ്മുടെ മറിയാമ്മയുടെ അവറാച്ചൻ. അതെ, ഞാനൊരു കുഞ്ഞാടിന് പാപപരിഹാരം പറഞ്ഞു കൊടുത്തതിനു ശേഷം കുറെ ഉപദേശങ്ങൾ കൂടി വിതറാൻ പോകുന്ന വഴിയിലാണ്. തേടിയ പള്ളി കാലെ ചുറ്റി. എവിടെ? ഞാൻ ഉപദേശം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തിനാണ്? വല്ല തിരുവചനവും പഠിക്കാനാണോ? അല്ല ഉപദേശി, എന്റെ ഭാര്യ മറിയത്തിന് അങ്ങ് തിരുവചനം പഠിപ്പിക്കാറുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ മറിയെ തിരുവചനം പഠിപ്പിച്ചിട്ടുണ്ട്. മറിയ നല്ല കോറ തീർന്ന ഭക്തിയുള്ളവളാണ്. തിരുവചനം രാത്രിയിലാണോ പകലാണോ പഠിപ്പിക്കുന്നത്? പകൽ സമയം കിട്ടാത്ത സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ രാത്രി കാലങ്ങളിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പഠിപ്പിക്കുന്നതിനിടയിൽ സിഗരറ്റ് വലിക്കാറുണ്ട്. കണ്ടൊരു മാനം പഠിപ്പിച്ച് ടയേർഡ് ആകുമ്പോൾ ഗ്യാപ്പില് സിഗരറ്റ് പുകക്കാറുണ്ട്. സിഗരറ്റ് പുകക്കുന്നത് പാപമല്ല, ഇൻജൂറിയസ് ടു ഹെൽത്ത് മാത്രമാണ്. ഹല്ലേലൂയ. സിഗരറ്റിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാട ഉപദേശി, അപ്പോൾ നീയാണല്ലോ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചത്. നിന്നെ ഞാനേ ഉപദേശിക്കാൻ വന്നു. ഇങ്ങനെ കിട്ടും. ആഹാ, ഇനി ഞാൻ അവക്ക് കൊടുത്തോളാം. ആഹാ, ഉപദേശിക്കാൻ നടക്കും. പ്രൈസ് ഇപ്പൊ കിട്ടിയില്ലേ? പോകുന്ന വഴി മാണ്ടിയടിച്ച് ചാത്തു പോട്ടെ സദാന്റെ കുഞ്ഞെ. ഇന്നും തല്ലിയ എങ്ങടെ പുതിയാപ്പിള? എന്ത് പറഞ്ഞായിരുന്നു ഇന്നത്തെ തല്ല്? അതിയാന് വല്ല കാരണവും വേണോ? ഒരു കാരണം ഇല്ലെങ്കിലും അതിയാൻ 2 തന്നാലേ പായ കിടന്ന് ഉറക്കം വരൂ. ആർക്ക്? ഞങ്ങൾക്ക് 2 ആൾക്കും. മറിയാമ്മ ചേട്ടത്തി പാത്രം കഴുകി വെച്ചിട്ട് കുഞ്ഞിക്കാന്റെ മുറിയും കൂടെ ഒന്ന് വൃത്തിയാക്കണം. പെരുന്നാളല്ലേ വരാൻ പോണത്. പെരുന്നാളിന് നമ്മുടെ പുതിയാപ്പിള കുഞ്ഞിക്ക് വരണുണ്ട്. ഞമ്മളല്ലേ നമ്പർ 1 ബീവി. നമ്പർ 1 ആക്കി തരാം. കുഞ്ഞിക്കൊന്ന് വന്നോട്ടെ. പുയ്യാപ്പിള ഞമ്മടെയും കൂടിയാ. ഞമ്മളല്ലേ നമ്പർ 2. കേട്ടോ മറിയാമ്മ ചേട്ടത്തി, ഞമ്മൾ ആദ്യത്തെ ബീഡറായതുകൊണ്ട് ഞമ്മടെ അനുവാദവും കൂടെ കിട്ടിയിട്ടാ ഓളെ കുഞ്ഞിക്ക നിക്കാഹ് ചെയ്തത്. ഞമ്മടെ പുള്ളാന്റെ ബാപ്പായ്ക്ക് തീരെ ഇഷ്ടല്ലായിരുന്നു. പിന്നെ ഓള് തങ്ങൾ ഫാമിലി അല്ലേ. അല്ല കുഞ്ഞെ, ഈ തങ്ങന്മാരെന്ന് പറഞ്ഞ ആരാ? മുത്തുനബിയുടെ പരമ്പരയിലുള്ളതാ. അതിനെ കൊണ്ടാ ഞമ്മൾ ഓളോടധികം മുഷിയാത്തത്. അപ്പൊ താഴെയുള്ള അപ്പനെ പേടിയുണ്ടല്ലേ? മോനെ കുഞ്ഞിക്ക. ആമിന, ആമിന, 2 പേർക്കും അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ബാഗ് പിടിച്ചോ. ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് വാ. വെറുതെ കഴിവിൽ കൂട്ടണ്ട. ഞാനാണ് ആദ്യത്തെ ബീവി. ഞങ്ങൾ കഴിഞ്ഞിട്ട് മതി. രണ്ടാമത്തെ ബാഗ്. വാ കുഞ്ഞിക്ക, വാ കുഞ്ഞിക്ക. മോനെ, എനിക്കൊന്നും കൊണ്ടുവന്നില്ല ഉപ്പ. പിന്നെ മോനല്ലേ ബാപ്പ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത്. യാത്രക്ക് സുഖാർന്നാ? പിന്നെ കുഞ്ഞിക്ക ഇപ്പൊ ഒരുപാട് ക്ഷീണിച്ചു പോയി. മൈലാഞ്ചി. ഇക്ക, ചായ. ഇങ്ങ് വന്നെടി. എനക്ക്. നിനക്കല്ലേ കൂടുതല്. ഇതാ. ഇത് കുറച്ചെടുക്ക്. ഇക്ക, എനക്ക്. നിനക്ക് കുറച്ചുകൂടെ ഇതാ. കുഞ്ഞുങ്ങളെ, ഓ, ഞാൻ പോയിട്ട് വരാം. മറിയാമ്മ ചേട്ടത്തേക്ക് വന്നേ. വന്നോളി. ഈ വാന്ന് കുറച്ച് മറിയാമ്മ അയ്യോ, ചേട്ടത്തി. എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് ഇതൊന്നും വേണ്ട കുഞ്ഞ്. നല്ല മണം. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഇനി വേറൊരു ഐറ്റം ഉണ്ട്. അപ്പൊ ഇനി വേറെ ഉണ്ടാ? അതെന്താണ്? ഇതാണ് ഞാൻ എന്റെ ബീവിമാർക്ക് കൊണ്ടുവന്ന സ്പെഷ്യൽ. ഇക്ക നല്ല എങ്ങനെയുണ്ട്? ഓൾക്ക് കുറച്ച് മതി ഇക്ക. ഇതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട്, കാണിച്ചു തരാം. ചായ ഇവിടെ. ദാ. ഓ, നല്ല കടുപ്പം. വരണ്ട സമയം കഴിഞ്ഞില്ല, ഇവിടുത്തെ എവിടെ പോയി കിടക്കണം? ഞാനിത്തിരി താമസിച്ചു പോയി. നിങ്ങൾ വന്നിട്ട് കുറെ നേരം ആയാ? എന്താ ഈ മണക്കുന്നേ? ഇവിടെ ആയിരുന്നല്ലേ ഈ മണം. നീ അതൊക്കെ വെച്ചിട്ടോ നിങ്ങട് വന്നേ വേഗം. എന്താ? വേഗം ഇങ്ങടന്ന് വാടി. വരാന്ന് എന്താണെന്ന്? എന്താടി പറയാൻ ഇത്ര താമസം? ഇങ്ങട് മാറിയില്ലടി. ആഹാ, അപ്പൊ ഞാൻ സംശയിച്ചേക്കെ ശരിയാ. എന്ത്? ആരാണടി ഈ സുഗന്ധം വാരി പൂശി തന്നത്? അതോ മാളികയിലെ കുഞ്ഞിക്കയാ. എവിടെയാണടി അവൻ വാരി പൂശി തന്നത്? ദേഹം മൊത്തം പൂശി. ആഹാ, കണ്ടവന്മാരൊക്കെ പൂശി തന്ന സുഗന്ധം പുരട്ടിട്ട് കയറി വന്നേക്കാണ് അവള്. ഉപദേശയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോ അവളെ കുഞ്ഞിക്കട കൂടെ കൂടിയേക്കാണ്.
കേട്ടവളെ ഞാനില്ലേ? മനുഷ്യന് എപ്പോ എന്നെ ഇന്ന് നോക്കിയാലും ഞാൻ സംശയമാണ്. ഒന്ന് കർത്താവേ, കുഴിച്ചു ഇത് മൂടുവൻ. എന്നാണ് അങ്ങോട്ട് അവിടെ നിൽക്ക്. കെട്ടിയെടുക്കുന്നത്? എടി, അവിടെ നിൽക്ക്. നീ മിണ്ടിപ്പോകരുത്. എന്നെ കൊല്ലുന്നേ. നാട്ടുകാര് കേൾക്കുമെന്ന്. എടി, അവിടെ നിൽക്ക്. നിൽക്കടി അവിടെ. മക്കള് ഫ്രണ്ട്സിനോട് പറ നമ്മൾ കൊടൈക്കനാൽ പോയിട്ടാണ് ഊട്ടിക്ക് പോകുന്നത്. ചെല്ലു 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 ചെല്ലു. ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കാശ് തീർക്കാൻ ഒരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്ന കുഞ്ഞു ചെയ്താൻ. എന്താണ് ഇക്ക ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്നാ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞമ്മള് ഊട്ടിക്ക് പോണേ? ഊട്ടി ആ. ഊട്ടിക്ക് പോകുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഊട്ടിക്ക് കുഞ്ഞിക്ക, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ ഇപ്പൊ ഒരു കാര്യം പറയണ്ട ഇക്ക. നമ്മുടെ ഇക്ക, എനിക്കൊരു കാര്യം അല്ല പറയാനുണ്ട്. ഞാൻ ഊട്ടി പോയിട്ട് അവളുടെ കാര്യം ആ, കേട്ടാ മതി. ആദ്യം ഞാൻ പറയണ അല്ല കേക്ക്. ഞാനൊന്ന് ഇക്ക, പറഞ്ഞു. നമ്മുടെ ഊട്ടി. ഇക്ക, ഞാനൊരു കാര്യം പറയട്ടെ ഇക്ക. ഇക്ക ഞാനല്ലേ ഇങ്ങടെ ആദ്യത്തെ ബീവി. ആമിന ഞാനല്ലേ ഇങ്ങടെ രണ്ടാമത്തെ ആബിദ. ഇക്ക നമ്മുടെ എടി. ടൂറ് കഴിഞ്ഞിട്ട് മതി ഇക്ക അവളുടെ ഞാമിന. കാര്യം. പറ്റൂല. ഞമ്മള് പറയണ ആദ്യം വിടാനാ കേക്ക്. പറഞ്ഞ ഞാൻ ആബിദ. പറഞ്ഞത് ആദ്യം നമുക്ക് ഊട്ടിക്ക് പോവാ ഇക്ക. ആമിന മനുഷ്യനെ കൺട്രോൾ വിടുന്നേ. ഞമ്മള് പറയണ ആദ്യം കേക്ക്. ആബിദ മനുഷ്യന് ദേഷ്യം കേട്ടില്ല. കൈന്ന് വിടാൻ. കഴിഞ്ഞിട്ട് മതി അവളുടെ കാര്യം. എടി, ഇല്ല. എടി, ഊട്ടിയിൽ പോ- വിടാ കൈന്ന്. രണ്ടും കൂടെ കൊല്ലൂല മനുഷ്യനെ. ഊട്ടി കൊടൈക്കനാൽ എഴുന്നേറ്റ് പോയ രണ്ടും. അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. അല്ല കുഞ്ഞിക്ക, ഇങ്ങള് ഗൾഫിൽ നിന്ന് എപ്പ വന്ന് എപ്പ തിരിച്ചു പോണ്? വന്നിട്ട് 2 ദിവസമായി. പോണ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഈ കുഞ്ഞിക്കാന്റെ ഒരു ഭാഗ്യേ. ഇങ്ങളെ കാണുമ്പോ എനിക്ക് കുശുമ്പ തോന്നണത്. അതെന്താ ധ്രു? കൊച്ചു ഗള്ളൻ. 2 ബീവിമാരല്ലേ? അല്ല കുഞ്ഞിക്ക, ഈ 2 എണ്ണത്തിന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്? നമ്മക്കൊരു പമ്പറന്നോത്ത് വീട്ടിലുണ്ട്. ചെബിയില് വണ്ടി കയറിയ പോലെയാ. ആകെ പ്രാന്ത് പിടിച്ചെന്നേ. എന്റെ അന്ത്രു, പുറത്തു നോക്കുമ്പോ നമ്മുടെ ജീവിതം ഹയർ ആണെന്ന് എല്ലാവർക്കും തോന്നും. ഞമ്മക്കല്ലേ നമ്മുടെ അവസ്ഥ അറിയൂ. ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല. അതാണ് അന്ത്രു നമ്മുടെ അവസ്ഥ. ചുരുക്കി പറഞ്ഞ പട്ടിണി കിടന്ന് മയ്യത്തായവനെ ചോറി കുഴിച്ചിട്ടല്ല അവസ്ഥ. സത്യം. കുഞ്ഞിക്ക, ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്ത്? പൊൻപുറം പള്ളിയിൽ ഒരു മൗദൂദങ്ങ് നടത്തുക. ഒക്കെ ശരിയാവും കുഞ്ഞിക്ക. ഈ ബിലീസ് അന്ത്രൂല്ലേ പറയണത്. എന്റെ ഈ പൊൻപുറം പള്ളിയിലെ മൗലൂദ്. മുജാഹിദന്മാരെ പറയൂ, മൗലൂദ് ഡിന്നറാണോ? ഓതുന്ന വ്യക്തികളെ പറയൂ, ഉദ്ദേശം ക്യാഷിനാണോ? ഓതി തകർന്ന് വിശന്നു പോരിഞ്ഞാൻ ആഹാരം യുദ്ധഭൂമി. പലരെയും വിളിച്ചൊരു ഈ വക ആക്രാന്തം തിന്നു തീർക്കുന്നു. ഞങ്ങൾ തിന്നു തീർക്കുന്നു. ഈ തീറ്റ കാര്യത്തിൽ ആഹാരമില്ലാതെ അന്ത്രമ നിൽക്കുന്നു. അല്ലോ വിശന്നിട്ട് വരാണ്ടാക്കണം. അല്ല, ഇവിടെ തിന്നാനുള്ളെല്ലാം തീർന്നോ? എടാ അന്ത്രു, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ ബിരിയാണിയും തീർന്നു, മൗലൂദും തീർന്നു, എല്ലാം തീർന്നു. ഞാൻ അറേഞ്ച് ചെയ്ത് കുഞ്ഞിക്കാനെ കൊണ്ട് മൗലൂദ് ഒപ്പിച്ചിട്ട് എനിക്ക് ബൈക്കാനൊന്നുമില്ലെന്നോ? അല്ലെങ്കിലും എനിക്കറിയാം ആ വൈപ്പുകാരൻ മുജാഹിദുകാരന്റെ പണിയായത്. ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മതം മാറാൻ പോണേണ്. ഇനി മുതൽ ഞാൻ അന്ത്രുമാനല്ല, അന്ത്രുമേനോനാണ്. എടാ ഗുലാം കാണാനില്ലല്ലോ. എന്റെ അന്ത്രു, ഈ പറഞ്ഞിട്ട് എത്ര മൗലവിമാർക്കാണ് ഞാൻ കാശ് കൊണ്ട് കൊടുത്തത്? അതൊക്കെ അങ്ങ് പോട്ടെ. ഇപ്പൊ നേപ്പാളിന് പുതിയൊരു തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, തല്ലൈ മാമ തങ്ങൾ. അറിഞ്ഞാ പെണ്ണുങ്ങളുടെ ദേഹത്ത് അത്തറ് ഭൂഷണന്മാരിറങ്ങിയിട്ടുണ്ട്. ഭാര്യമാരെ സൂക്ഷിച്ചോ. എന്താണ് അത്തറ് അത്തറ് അത്തറ്? അവറാച്ചോ ഓ. സുഖല്ലേ? ഓ, അവറാച്ചിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത്തറും ഊതും. കൂടുതൽ ഊതല്ലേ. 2 കെട്ടിയതല്ലേ, നിർത്താൻ പാടില്ല. അമ്മ. പെൺപിള്ളേർക്ക് കളി നടക്കട്ടെ, കളി നടക്കട്ടെ. എന്നാ ശരി അന്ത്രു. അപ്പൊ പറഞ്ഞോലെ ഓ, ഓ ഓ, പടച്ചോനെ, എന്താണ് അവരാച്ചൻ എന്ത് കയ്യായി കയറിയിരിക്കണത്? 3 ഗുലാനെ. ഇതൊക്കെ എന്റെ കയ്യിലാ കയറിയിരിക്കണെങ്കിൽ നിങ്ങളെയൊക്കെ തോറ്റ് തൊപ്പിടിച്ചേനെ. ഒന്നും ഉണ്ടാണ്ടില്ലടാ. ക്രിസ്ത്യാനികളിൽ യൂദാസ്, ഹിന്ദുക്കളിൽ നാരദൻ, മുസ്ലിങ്ങളിൽ ഇബിലീസ്. ഇത് 3ഉം കൂടി ചേർന്നതാണ് ഈ ഇബിലീസ്. ഒന്ന് പോടാപ്പ, കളി മുടക്കാൻ വേണ്ടി വന്നത്. കളിയിടാപ്പ. ഈ ചെറുത്താൻ പോയില്ലേ? ഒടുക്കത്തെ കണ്ണുകാരൻ എന്റെ കയ്യും പോയി. കളിക്കടാ, ചീട്ടിടറാ. ചീട്ടല്ലേ എടുത്തു. ആ
പറയച്ചോ ആ തൂമ്പ എന്ന് നോക്കിക്കോ, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്റെ പൊന്നെ മണി 10 പണിക്കാരുടെ കൃത്യനിഷ്ഠ നമുക്ക് കൃത്യനിഷ്ഠ നല്ലതാ. തോറ്റ് തൊപ്പിയിട്ട് കുളിക്കിട്ടിരിക്കുന്ന നിനക്ക് എന്ത് കൃത്യനിഷ്ഠയാണ്? ആ അത് ശരിയാണ്. മാസാവസാനം കഴിയുമ്പോ കാശിനൊക്കെ ഭയങ്കര ഡയറ്റാ. അതിന് കാശിനല്ലല്ലോ കളിക്കണത്, കുണിക്കിനല്ലേ. കുണുക്കിട്ട കോഴി എന്തൊരു പുല്ലാണപ്പോ ഇത്. ഇവിടെ വേടാ. എന്നെ എന്താ സാറേ പറമ്പ് കളിച്ചോണ്ടിരുന്ന എന്നെ വെറുതെ എന്തിനാ സാർ തല്ലിയത്? കുണുക്കിട്ടോണ്ടാണ് റാസ്കൽ പറമ്പ് കിളക്കുന്നത്. നാളെ നീ പാവല്ലോടാ, പാകവാ ഇത് കിടിക്കാനുള്ള പാകം. പിസി വണ്ടി സ്റ്റേഷനിലേക്ക് വിടും. നമ്മള് പറയണത് അനുസരിക്കാമെങ്കിൽ ഈ ഇവിടെ നിന്നാ മതി. ഞാൻ ഈ പറയണത് അനുസരിക്കണെങ്കിലേ ഇത്തിരി പൊളിക്കും. ആനനെ പേടിക്കണം പിണ്ടത്തെ പേടിക്കണം എന്ന് വെച്ചാല് എന്റെ റബ്ബേ, എന്റെ ഇപ്പൊ കഥ. അന്റെ കുഞ്ഞിക്കായെ ഈ പിണ്ടാക്കിയല്ലേ? അന്നെ ഹലാലായ ബീവിയാക്കി അന്റെ കുഞ്ഞിക്കായെ. ഞമ്മള് കുഞ്ഞിക്കാനെ കുറിച്ചല്ല പറഞ്ഞത്. അന്നെ പോലെ തന്നെ എനിക്കും എന്റെ കുഞ്ഞിക്ക. ഞാനും ഒരു സ്ത്രീയാ, മലക്കൊന്നുമല്ല. നമ്മുടെ കുഞ്ഞിക്കായെ ഞമ്മക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിക്കായ്ക്ക് പടച്ചാന്റെ ഭാഗത്തുനിന്ന് ശിക്ഷ ഇട്ടായിരിക്കാൻ വേണ്ടി അന്നെ കെട്ടാൻ പറഞ്ഞത്. അതിന് എന്നെ കിട്ടേ? അന്റെ റബ്ബേ, അതിപ്പോ വലിയ ഇടങ്ങേറായല്ല. പടച്ചോന്റെ ഭാഗത്തുനിന്ന് ശിക്ഷ കിട്ടാതിരിക്കാൻ എന്നെ കെട്ടിയെന്നാ? അല്ലാതെ എന്റെ മൊഞ്ചും കയ്യിൽ കണ്ടിട്ടില്ല. ഇക്ക ഇങ്ങോട്ട് വരട്ടെ, ഇന്നൊരു തീർപ്പുണ്ടാക്കും യാമിന. എന്താ എന്റെ റോട്ടിൽ നിന്നാ കേക്കാലോ. എനിക്ക് ജീവിക്കണ്ട, ഇപ്പൊ വയ്യതാവണം. എനിക്ക് ഇപ്പൊ അറിയണം ഇങ്ങക്ക് എന്നെ വേണോ ഇവിടെ വേണോന്ന്. അന്നെ വേണമെങ്കിൽ ഓളെ ഇവിടെ ഇപ്പൊ അടിച്ചിറക്കണം. എന്റെ ആമിന, നിന്നെ മാത്രം ഞമ്മക്ക് മതി ആമിന. ഞാൻ ഇപ്പൊ വയ്യതാവും. അത്രക്ക് ഇഷ്ടമാ ഞമ്മക്ക് നിന്നെ. നീയല്ലേ ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഞമ്മടെ എല്ലാം അല്ല ആമിന. ഇനി നീ പറ, ഞമ്മൾ ആരെ ഇറക്കി വിടേണ്ടത് പറ. കണ്ടാടി ഇക്കാക്ക് നമ്മളോടുള്ള സ്നേഹം. ഇങ്ങക്ക് ഇപ്പോഴും നമ്മളോട് പെരുത്ത ഇഷ്ടമാണെങ്കിൽ ഓളിവിടെ നിന്നോട്ടെ. കണ്ടോടി, ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. ഓ, എന്തായാലും കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് രണ്ടുപേരും പോയി ഡ്രസ് ചെയ്യും. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഇപ്പൊ റെഡി ആയിട്ട് വരാം. നീ ഏത് സാരി എടുക്കാം? പച്ച സാരി എടുക്കാം. ഞാൻ റോസ് എടുക്കാം. എന്റെ പടച്ചോനെ, രണ്ടെണ്ണത്തിനെയൊക്കെ കെട്ടുന്നവന്റെ ഗതി അതോ ഗതി. നിർത്താം. പാടാം വൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. ആണും പെണ്ണുമല്ലാത്ത ചതിയനന്ത്രു ഹൈദ്രോസ് മടിയിൽ മയങ്ങുമ്പോ മൂക്കിന്റെ അറ്റത്ത് തൊലിപോയ ഭാഗത്ത് സിഗരറ്റ് കുറ്റി കൊണ്ടാഞ്ഞുകുത്തി. ഹംസക്കായുടെ വാടക സൈക്കിളിൽ വേദനയോടെ വിഷമത്തോടെ ആചാരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ സൈക്കിള് പഞ്ചറായി മരിച്ചു വീണു. പടച്ചോനെ, എന്തോരെ ഹംക്കളുടെ തലയെടുത്ത ബാളാണിത്. ഇപ്പിതുകൊണ്ട് ഇറച്ചി പോലും നുറുക്കാൻ പറ്റണല്ലോ റബ്ബേ. കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു, മഗ്‌രിബ് വാങ്ക് കേട്ടില്ലേ? കളരിൽ വിളക്കൊളുത്ത്. കളരിപുരപുര ജിന്നുകളെ കാത്തുകൊള്ളണേ. കുഞ്ഞിപ്പാത്തു, ബിരിയാണി റെഡിയായ? പുറത്താരാണ്? അകത്ത് ഞമ്മള്. പുറത്താരാണ് ചോദിച്ചത്? ഇത് വലിയ ഡെങ്ങേറായില്ലേ കുഞ്ഞിപ്പാത്തു? ആ ഭാര്യ കൊടുത്തേ.
എഴുന്നേക്ക്. എന്തായാലും നെഞ്ചും തല്ലി വീണാലേ. കുഞ്ഞിപ്പാത്തു, ഈ പുള്ളങ്ങൾക്ക് ഓരോ ഗ്ലാസ് ഉപ്പിട്ട് നാരങ്ങുള്ളം കൊടുത്തേ. നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നല്ല. പിന്നെന്താ, ഞമ്മളെ വെള്ളം കുടിപ്പിക്കാൻ വന്നതാ. ആഹാ, അപ്പൊ ബാർബർമാരായിരുന്നല്ലേ. മുടി വെട്ടാരാണെങ്കിൽ വല്ല വെട്ടവും വിളിച്ചുള്ളപ്പൊക്കെ വന്നൂടെ? ഏത്തല അത് പറ. അപ്പൊ നിങ്ങ കൊട്ടേഷൻ ടീമാണല്ലേ? ആരോട് അംഗം? നമ്മള് തോറ്റൊന്നും കരുതണ്ട. നമ്മളെ മൂത്താപ്പ ഒത്തിരി അടവുണ്ട് നമ്മുടെ കയ്യിൽ. മുലപ്പാലിന്റെ മണം മാറാത്ത ഈ കബൂർ പിള്ളേരോട് തൊടുക്കാൻ കൂട്ടുനിന്നതും അംഗം. പറയേ, ഇനി എന്തുണ്ട് കയ്യിൽ? ബിരിയാണിയിൽ നിന്ന് പെരിഞ്ചീരകവും വായിലിട്ട് പടിവാള് കൊണ്ട് വായത്തട വെട്ടി വീഴ്ത്തുന്നതും അംഗം. അതോ കബൂർ വൈക്കന്മാരെ കൊച്ചിന്നിറക്കി പുറകേന്ന് തല്ലി വീഴ്ത്തുന്ന ആറാമ്പർ നടവോ? അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. കുടിയനോട് ഇടിച്ചു മരിച്ച ബാപ്പ ആദ്യം നമ്മളെ തോൽപ്പിച്ചു. പൊന്നും പറമ്പും വിറ്റ് മുച്ചീട്ട് കളിക്കാൻ ഇറങ്ങി കള്ളക്കളി കളിച്ച് വീരാൻ നമ്മളെ തോൽപ്പിച്ച് തോൽവികൾ ഏറ്റുവാങ്ങാൻ അന്ത്രുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ആണായി പിറന്നവർക്കാർക്കും അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല. വന്ന വഴി മടങ്ങിപ്പോകാൻ മടങ്ങിപ്പോക്കോളാം. പക്ഷേ ചതിനന്ദ്രന്റെ തലമായിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുള്ളൂ. നമ്മുടെ തലയോട് ഇത്രക്ക് പൂജയുള്ള നിങ്ങളുടെ ഉമ്മാടെ പേരെന്താണ്? പറയും, വായ തുറന്ന് പറയും. നമ്മുടെ ഉമ്മാനെ ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? നിറകൊണ്ട പാതിരാക്ക് കുമരമ്പോഴം നീന്തിക്കടന്ന് നമ്മുടെ ഉമ്മാന്റെ അടുക്കള കയറിയത് ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? ആറ്റുമണമേലെ ഉണ്ണി ഐഷ. ഐഷ ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ പേരിലേറ്റി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ പേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. നിങ്ങള് ഭരണത് ആരെങ്കിലും കണ്ട? നമ്മളെ ആരും കണ്ടില്ല. പക്ഷേങ്കില് ഒരു പകയൻ തലയിൽ മുണ്ടിട്ടിട്ട് ഈ മതിലിയാടി ഓടണ കണ്ടല്ല. അതാരാണ് ഉന്നയിച്ച? അത് നമ്മുടെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദില്ലേ? ഈ പാതിരക്ക. അതവിടെ നിൽക്കട്ടെ. നമ്മളോട് എന്തിനാണ് ഈ പാതിരാത്രിക്ക് വരാൻ പറഞ്ഞ് നീ ഫോൺ ചെയ്തത്? ആരോടും പറയരുത്. ഇല്ലെന്നേ. നമ്മുടെ തല സത്യം ചെയ്യേ. നമ്മുടെ മയ്യത്തായ ബാപ്പയാണ്. നമ്മുടെ പൊന്നും കെട്ട ഉണ്ണി ഐഷാണ് സത്യം. നമ്മളിത് ആരോടും പറയൂല. എനിക്ക് പറയാം. 14-ാം തീയതി കുടുംബശ്രീയുടെ വാർഷിക. അവിടെ കളിക്കാൻ ഞമ്മളൊരു കോലുകളി പഠിപ്പിച്ചു തരുമോ? ചെയ്തൻ വെറുതെ ആശിപ്പിച്ച്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നുമില്ല. കോലെടുത്തോളാൻ പറഞ്ഞതാ. നമുക്ക് കളി തുടങ്ങാം. എടുക്കെടുക്ക്. ഓ, ഈ പാലിനെ കൊണ്ടത് കോല് കളിക്കാൻ വേണ്ടിയാണ്. തുടങ്ങാം. അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് ആയും ചുഴും ദിനമിലെ. അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് ആയും ചുഴും ദിനമിലെ. അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ്. പടച്ചോനെ, പണി പാളിന്ന് തോന്നുന്നു.
നിന്റെ പുയ്യാപ്പിള കുഞ്ഞിബീരാണെന്നാ തോന്നണേ. വള്ളുവനാട് അകത്തിന് പോയിട്ട് നാളെ വരത്തുള്ളത് പറഞ്ഞുകൊണ്ടാ ഞാൻ അന്തർചേകരോട് വരാൻ പറഞ്ഞത്. ഡബിൾ കഞ്ഞിയായല്ല. ഇതിപ്പോ പകയനെ കണ്ടിട്ട് നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിക്കും? ഒന്ന് പറ. പടച്ചോനെ, ഇവിടെ എവിടെ ഒളിച്ചാലും അവൻ നമ്മളെ പൊക്കും. ഓന് നമ്മൾ തമ്മിൽ നിൽക്കുമ്പത്തിന് പണ്ടേ ഡൗട്ട് ഉണ്ട്. ഈ പകയും കാണാതെ നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിച്ചു നിൽക്കും? ഒന്ന് പറ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കട്ടിലേ കയറി ആ പുതപ്പിട്ട മൂടി കിട. ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേറി വന്ന വൈക്ക് കട്ടില് കാണൂല പകയൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇന്ന് വരെ ഞാൻ കിടക്കണ കട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നല്ലേ നമ്മുടെ കൈയും കാലും വരച്ചിട്ട് പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ആ വാതിലിന്റെ മറയിലോട്ട് മാറി നിൽക്ക്. ഞമ്മള് വാതില് തുറക്കുമ്പോ അങ്ങേരെ അടുത്തേക്ക് കയറും. ആ തക നോക്കി നിങ്ങള് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി വേണം. കേട്ടല്ലോ? നിൽക്കേ ആണും പെണ്ണും കെട്ട കൊള്ളി മാറി. നമ്മുടെ അകത്തിൽ പോയി തക്ക നോക്കി ഓടിപ്പൊളിച്ച് നീ നമ്മുടെ കിടപ്പറ കയറിയ തക്ക സമയത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാനം. വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ട പാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിട ജത്തക്കിങ്കിണ തന്തിമി താളം കൃത താളം തങ്കൃത പാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിട ജത്തക്കിങ്കിണ തിന്തിമി താളം കൃത താളം സംകൃത പാമകരി. ഇതാണ് മക്കളെ സത്യം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിറകൊണ്ട പാതിരാക്ക് കുമരമ്പഴ നീന്തി നമ്മളെ ഉമ്മാന്റെ കിടപ്പറ കയറി ആറാമ്പറപ്പ് കാണിച്ചത് നമ്മൾ ക്ഷമിച്ചു. കാരണം നമ്മളും മാത്രക്കാരിയായിരുന്നു. അന്തർമാമ ഞമ്മളോട് സേവിച്ചു. ഉമ്മ പറഞ്ഞു തന്ന നുണ മുഴുവനും കേട്ട് നമ്മൾ അന്തർമാമനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കുമായിരുന്നു. സന്തോഷം, നമുക്ക് സന്തോഷം. ഇപ്പോഴെങ്കിലും ഈ മാമാനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. മാമാക്ക് പെറുക്കാതെ പോയ ഉണ്ണികളാണല്ലോ നിങ്ങള്. അസനുണ്ണിയും ഹുസൈനുണ്ണിയും. എന്താ ഇനിയും വിശ്വാസായില്ലേ? നമ്മളെ വിശ്വാസായില്ലേ? ഇനിയും വിശ്വാസായില്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞേക്കണ്. മാമയുടെ തല എടുത്തോളി. വെട്ടറ വെട്ട്. ഇന്നും ലേറ്റായി. സമയം പോയോ ആവോ. അപ്പൊ ഇങ്ങനൊന്നും അറിഞ്ഞില്ലേ? എന്താ? നമ്മള് കുഞ്ഞിക്കാന്റെ പുഴയില് നോമ്പ് കാശിന് വേണ്ടി ചെന്നതാ. അവിടെ ചെന്നപ്പോണ്ട് കുഞ്ഞിക്കാന്റെ 2 ബീവിമാർ തമ്മിൽ പൊരിഞ്ഞ ബൈക്ക്. വഴക്കിടാൻ എന്താണ് പ്രശ്നം? കുഞ്ഞിക്കാന്റെ 2ാമത്തെ ബീവി ഛർദിച്ചെന്ന്. ഛർദിച്ചതും ഒരൊറ്റ ബീച്ചിയാണ് ബോധം കിട്ടി. ബോധം കിട്ടി വീണാരാണ് കുഞ്ഞിക്കാന്റെ ആദ്യത്തെ ഭാര്യ. അവർക്ക് ബോധം വീണതും പിന്നെ അവിടെ ഒരു വെട്ടുകുത്തുന്ന ആദ്യമായിരുന്നു. ഒന്ന് കാണാന്റെ കാഴ്ചയായിരുന്നു. ഒന്ന് ഛർദിച്ചതിന് എന്തിനാ വെട്ടുകുത്തും? നിങ്ങളേത് കോത്തായി തേനാണ്? അതെന്താ? ഇത് ആ ഛർദി അല്ല, മറ്റേ ഛർദി. പടച്ചോനെ, ഇനി കുഞ്ഞിക്കാന്റെ ഗതി അവതോ ഗതി. ഞാനുണ്ട്. എടാ കുഞ്ഞിക്ക, നീ പഞ്ചായത്തിലെല്ലാം ഛർദി പെടുത്താൻ വന്ന ഛർദി സായി ആണല്ലേ? എടീ നിന്നെ ഞാൻ ഇന്ന് അല്ല, ഒരു സ്ഥലത്ത് കിടക്കാൻ സ്ഥലമില്ലാട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്. വീട്ടിൽ ഇരുന്നിട്ടൊരു സ്വസ്ഥത ഇല്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും കിടത്തില്ലേ? കുഞ്ഞിക്കടയിൽ കിടക്കും വിഷമം കാണുമ്പോൾ നമുക്കും വിഷമം തോന്നാറുണ്ട്. അതിനൊരു ബോംബ് വഴി പറഞ്ഞു തരാനാണ് നമ്മൾ ഇവിടെ വന്നത്. എന്ത് പോം വഴി? ഞമ്മക്ക് സ്വസ്ഥത തരാത്ത പെമ്പറന്ന് പറയാ. അനക്കെന്തിനാ? മോയി ചൊല്ലാനാണെങ്കിൽ അനക്ക് ജന്മത്തിൽ പറ്റുമോയില്ല. അതുകൊണ്ട് നിങ്ങളൊരു ജിഹാദ് നടത്തണം. അന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുമ്പോ
ജിഹാദ് നടത്താൻ ഒരു കുഴപ്പമില്ലെന്ന്. ഒരു ബോംബ് വയ്ക്കൊണ്ട് നമുക്ക് കണ്ണൂർ വരെ ഒന്ന് പോവാം. വയനക്ക് കും എന്നാലും അന്ത്രു ഈ ബ്രീസാ വിളിക്കണത്. വാ വാന്ന്. ആ മടിയന്റെ ഇവിടെ ഉമ്മർ അവിടെ ഉണ്ടാവുമോ എന്തോ? എന്തൊക്കെ പേരാണ് മടിയന്റെ ഇവിടെ ഉമ്മതാണ് വീട് കേട്ടാ. ആള് കാണുവോ? ബെല്ലടിച്ചാലോ? ബെല്ലടിച്ച പൊട്ടല്. ബോംബ് കാരണമായതുകൊണ്ടായിരിക്കും പൊട്ടല്. ഇത് ബോംബിംഗ് ബെല്ല. പൊന്നെ പേടിച്ചു പോയി മനുഷ്യൻ. വയനാട്ടിൽ നിന്നാ. എത്ര തല പോണം? തലയിലേക്കാ പോകേണ്ടത്. കൊമ്പ കൊമ്പോ? ഒരൊറ്റ ശല്യം അവനെ താർക്കാനാ. നില്ലി ഇയാളെന്നൊരു ബോംബാണ്. പിടി. തേങ്ങയിലേക്കാ വേണ്ട ബോംബാണ്. തേങ്ങയിലെന്ന് ബോംബാ വേണ്ട. ഇതിന്റെ മേലെ കുറച്ച് ശർക്കര കൂടി പെരട്ടി കാട്ടിക്കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ആരാ ആ കാലം മുതൽ കേറി കൊണ്ട് വരും. പൊട്ടിയിലേക്ക് പിന്നെ എന്ത് ചെയ്യും? എന്താണ് ഈ പറയണത്? പൊട്ടിയില എന്ത് ചെയ്യും? പൊട്ടിയിലേക്ക് ഇതിന്റെ ഇടപാട് തീരും. പൈസ ഇറങ്ങി പോരാപ്പാ. പൈസ കൊടുക്കാം അല്ലേ? പെട്ടെന്ന് സമയമില്ല. 7 ബോംബ് ഓർഡറാണ്. എന്റെ പൊന്നോ. ബോംബിനൊക്കെ ബലല്ലേ? ഇതൊക്കെ പൊട്ടുവോ ദൈവത്തിന് അറിയാം. ഓ ഇതൊക്കെ ചക്ക. അസ്സലാമലൈക്കും. വായിലേക്ക് ഇസ്ലാം. നമ്മള് കുറച്ച് ദൂരെ കുറെ ദൂരത്തേക്ക് മാറിയെന്നോ? ഇതൊക്കെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റില്ല. അയ്യോ അതല്ല, ഞമ്മള് കുറച്ച് ദൂരെ നിന്നായിരുന്നു പറയായിരുന്നു. അപ്പം അല്പം ദൂരെ നിന്ന് പൊട്ടൊരു ബോംബായിരിക്കും വേണ്ടത്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് പൊട്ടുന്ന ബോംബ് മതി. കാരണം രണ്ടും പാവങ്ങളാണേ. ഒന്ന് പേടിപ്പിക്കണം, ഒന്ന് വിരലണം, അത്രേ ഉള്ളൂ. രണ്ടുപേർ തട്ടൻ അല്ലേലും സോഫ്റ്റ് ബോംബ് മതി. ഈ ബോംബാണ് കണ്ടാ തോന്നരുത്. എന്നാ പൊട്ടുകയും വേണം. പിന്നെ അപകടമൊന്നും ഉണ്ടാവരുതേ. ചുമ്മാ ബരട്ടാനാണ്. ആ ഓ, അങ്ങനത്തെ വല്ല ഐറ്റം ഉണ്ടാവുമോ? ഉണ്ട് ഒരു വെറൈറ്റി ബോംബ്. അറബന. അതേടാ കണ്ട അറബന. പൊട്ടിയാം കേട്ടിമറ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. ഇയാളെന്താ ഇത്ര ഒച്ചത്തിൽ സംസാരിക്കുന്നത്? അത് ഈ പൊട്ടുന്ന സാധനത്തിന്റെ കച്ചവടല്ലേ. അപ്പൊ ഇയാളെ വർത്താനം വെടിവെച്ചോലിരിക്കും. ഇതൊക്കെ ഇത് പൊട്ടിയാ മതിയായിരുന്നു. മൊത്തം കരിമരുന്ന് ഉമ്മർന്നല്ല പേരുണ്ട്. കരിമരുന്ന്. ഇതാണ് അറബന ബോംബ്. ഇത് ഓൺ ചെയ്ത ശേഷം ഇങ്ങനെ കൊട്ടണം. ഈ കൊട്ട് നിർത്തി 10 സെക്കൻഡ് കഴിയുമ്പോ അപ്പ പൊട്ടും. അതെ, ആരാ നിങ്ങളുടെ ഇര? ഈ നിക്കണ കുഞ്ഞിക്കാട് 2 ബീവിമാരാ. രണ്ടു ഭാര്യമാരാണേ. പെണ്ണുങ്ങളോട് യുദ്ധം ചെയ്യരുത് എന്നാണ് വിശ്വാസം. കുഴപ്പമില്ല, അവരെ വരട്ടാൻ ഇത് മതി. ഇതൊക്കെ പൊട്ടു. വിശ്വാസം അതല്ലേ എല്ലാം. കൊടു 2000 രൂപ കൊടു. അപ്പോ 2000 രൂപ ഇങ്ങെടുക്ക്. അതെ, അടുത്ത ആഴ്ച എന്റെ ഭാര്യയെ പേടിപ്പെടുത്താൻ വേണ്ടിട്ട് വേറെ ബോംബ് വാങ്ങാൻ ഞാൻ വരുന്നുണ്ട്. കാശ് അന്നേരം തരാം. വിശ്വാസം അതല്ലേ എല്ലാം. എന്റെ അല്ലാ. സന്ധ്യ പൂത്തതിവിടെ, ആദിസർഗ് താളമാർന്നതിവിടെ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. സാറേ, ഇവരെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. ഇവിടെ വാടാ. വിളിക്കാൻ ആദ്യ ഉഷ സന്ധ്യ പൂത്തത് എവിടെയാടാ? ഇവിടെ. എവിടെ? അല്ലതോ അവിടെ അവിടെ. അതെ. എന്താണ് ഇത്? അർസമന. അസമന. അർസമന. അമറന. അമറനെയോ? അവറാനോ? രണ്ടുപേരും കൂടി ഒന്ന് അറമനൊന്ന് പാടിക്കടാ. ആദിയൂസ സന്ധ്യഭൂത ദിബിടയാണ്, ആദിസർഗ താളമാർന്ന ദിബിടയാണ്. കൊള്ളാലോ സാധനം, അടിപൊളിയായിട്ടുണ്ട്. ഞാനൊന്ന് പാട്ടെ നിന്റെ കറപ്പന. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ, കണ്ടില്ലെന്നു നടിക്കുന്നതും മാളിക മുകളിലേറിയ മന്നന്റെ മറപ്പു കേട്ടുന്നതും പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, അയ്യ സാർ. ആ സാർ, ഓക്കെ സാർ. എവിടെയാ സാർ? എത്രയാണ് സാർ? നമസ്കാരം, നുണോരമ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോത്താനിക്കുണ്ടിൽ പോലീസ് ജീപ്പിന് നേരെ ചാവേറാക്രമണം. അൽ ഖ്വയ്ദ തീവ്രവാദികളായ 2 പേരാണ് പോലീസ് ജീപ്പിന് നേരെ ചാവേറാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ പോലീസ് ജീപ്പും അതിലുണ്ടായിരുന്നവരും കത്തിച്ചാമ്പലായി. SI രുദ്രാക്ഷം പിള്ള ഗുരുതരമായ പരിക്കുകളോടെ അത്യാസന്ന നിലയിലാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ജോസ ഇപ്പോൾ ലൈനിലുണ്ട്. എന്താണ് ജോസെ അവിടെ സംഭവിച്ചത്?
ജോസയല്ല, ജോസ് ആണ് സംസാരിക്കുന്നത്. എന്താണ് ജോസ് അവിടെ സംഭവിച്ചത്? ഞാനിപ്പോ പോത്താനിക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിലാണ് നിൽക്കുന്നത്. അഫ്ഗാനിൽ നിന്ന് വന്നിട്ടുള്ള 2 ചാവറുകളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. അവർ പാലക്കാട് കടപ്പുറത്ത് ബോട്ടിറങ്ങി കാശ്മീരിൽ 3 മാസം ട്രെയിനിങ് ലഭിച്ച ക്യാമ്പിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികളായിരുന്നു ഈ കൊച്ചി നിവാസികൾ. തൊടുപുഴ റെയിൽവേ സ്റ്റേഷൻ തകർക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥയോടെയാണ് ഇവരുടെ എത്തിയിരിക്കുന്നത്. കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇടുക്കി കടപ്പുറം വഴി രക്ഷപ്പെടാനായിരുന്നു ഇവരുടെ പ്ലാൻ. സംശയം തോന്നിയ എസ് ഐ രുദ്രാക്ഷം പിള്ള ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ദുരന്തം ഇരുന്ന് വാങ്ങിയിരുന്ന അദ്ദേഹത്തിന് നമ്മൾ എന്തോ പറയാനുണ്ട്. ഇതെന്റെ മരണമൊഴിയാണ്. പാട്ടും പാടി വന്ന അവരെ അടുത്ത് വിളിച്ച് ഞാനും ഒരു പാട്ട് പാടി. ഏത് പാട്ടാണ് സാർ പാടിയത്? കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിന്, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭഗവാൻ പോലും ഇദ്ദേഹത്തെ കണ്ടില്ല എന്നടിച്ചിരിക്കുകയാണ്. പോത്താനിക്കാട് നിന്നും ക്യാമറാമാനോടൊപ്പം ജോസ്. നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ പോയി രക്ഷപ്പെട്ടോളി. കുഞ്ഞിക്ക, നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ പോയി രക്ഷപ്പെട്ടോളി. പോലീസുകാർ പിടിച്ചാല് എല്ലാ തീവ്രവാദ കേസുകളും നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തേക്ക് അറസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഞമ്മക്കിത് വേണം. നമ്മൾ ഇത്ര നാളും ഇബ്ലീസിന്റെ കൂടെ ആയിരുന്നല്ല, ഇനി നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് പോവാ. കുഞ്ഞിക്ക പോയിക്കോ. അന്ത്രൂനെ തനിച്ചാക്കിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. കുഞ്ഞിക്ക അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവും. ഈ ഇബ്ലീസിനെ കല്ലെറിയുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഓർത്താ മതി. പടച്ചോനെ, ഈ ഒറ്റ കുടുംബത്തെ കാലൊത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതും ഇതൊക്കെ ചെയ്യാൻ തോന്നിയതും. എനിക്ക് വേണ്ടാത്തൊന്നും പറയാൻ നിൽക്കണ്ട. അന്റെ പ്രശ്നം കൊണ്ടാണ് എന്റെ കുഞ്ഞിക്കാക്ക് ഈ ഗതി വന്നത്. പിന്നെ മനസമാധാനം എന്നെങ്കിലും കുഞ്ഞിക്കാക്കി കൊടുത്തിട്ടുണ്ടോ? ഈ മനസമാധാനം കൊടുക്കാത്തോണ്ടാ കുഞ്ഞിക്ക നമ്മളെ കെട്ടിയതും. നിങ്ങൾ ഇത് വല്ല കേക്കണടാ. എടി മഹർ എന്നെ കെട്ടിച്ച കൈക്കെന്നെ ഈ കൊത്തണോടി. കൊത്തു ആ കൊത്താനെങ്കിൽ വാ. അമിനാടെ തനി സ്വഭാവം അറിയോ? പിന്നെ അണലിയും കടിച്ച് മൂർഖനും കൊത്തി കൂട്ടത്തിൽ ഇടിയും വെട്ടിരിക്കുന്ന എന്നെ നീ ഇനിയും പരീക്ഷിക്കുകയാണോ പടച്ചോനെ? ഈ നരകത്തിൽ നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് പ്ലീസ്. ഇതാരായിരിക്കും പടച്ചോനെ? ആരാ കുഞ്ഞിക്ക? ഞമ്മളാണ് സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. യു ആർ എ ടെററിസ്റ്റ്. അത് വണ്ടിക്കാറ്. സാർ ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദി നിങ്ങളാണ്. മറ്റ് സംസ്ഥാന പോലീസും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് ടൂർ പോകാൻ താങ്കൾ തയ്യാറായിക്കോളൂ. ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകത്ത് എവിടൊക്കെ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടോ അതിന്റെ മുഴുവൻ ഉത്തരവാദി ഈ ഞാനാണ് സാർ. സാർ എന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകും. അങ്ങനെങ്കിലും ഈ സൈത്താങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ സാർ. പ്ലീസ് അറസ്റ്റ് മീ.